നമ്മൾ ഈ പുതിയൊരു കാറോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ എന്തിനാ വെറുമൊരു മിക്സി വാങ്ങിയാൽ പോലും അതിനൊപ്പം വളരെ കൃത്യമായൊരു യൂസർ മാനുവൽ കിട്ടാറില്ലേ? അതെ അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഇന്ന ബട്ടൺ അമർത്തിയാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ. കറക്റ്റ്. എന്തെങ്കിലും തകരാറുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു എഞ്ചിനീയറിംഗ് പ്ലാൻ പോലെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതെ, നമുക്ക് സ്വന്തമായിട്ട് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. ആ പുസ്തകത്തിലുള്ളതുപോലെ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യജീവിതം എന്ന വലിയൊരു സംഭവത്തിന് അങ്ങനെയൊരു മാനുവൽ ഇല്ലല്ലോ. ശരിയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എന്ത് ചെയ്യണമെന്ന് എവിടെയും എഴുതി വച്ചിട്ടില്ല. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ലോകം മുഴുവൻ തലകീഴായി മറിയുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നുള്ളതൊക്കെ വളരെ സങ്കീർണമായ കാര്യങ്ങളാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ആകെ താറുമാറായൊരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോകേണ്ടി വരും. അപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട് മനുഷ്യജീവിതത്തിന് യൂസർ മാനുവൽ ഒന്നുമില്ല എന്ന്. പക്ഷേ ആ മാനുവൽ നമ്മൾ കേട്ടുപഴകിയ ചില പുരാണ കഥകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? ഓഹോ, അപ്പോ അതാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നതല്ലേ? അതെ. നമ്മൾ വായിച്ച ചില കുറിപ്പുകളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നുമായി വിവരങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള ഇന്നത്തെ ഈ അന്വേഷണത്തിൽ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രശസ്തമായ ഒരു വിഷയമാണ്: വിഷ്ണുവും ദശാവതാരങ്ങളും. പക്ഷേ ഇതൊരു സാധാരണ ഭക്തിയുടെയോ മതത്തിന്റെയോ കണ്ണിലൂടെയല്ല നമ്മൾ കാണുന്നത്, അല്ലേ? ഒരിക്കലുമല്ല. ഈ സോഴ്സുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ വച്ച് ഇതിനു പിന്നിലെ ശാസ്ത്രവും തത്വചിന്തയും ഏറ്റവും പ്രധാനമായി മനുഷ്യന്റെ മനഃശാസ്ത്രവും എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, പെട്ടെന്നൊരു വലിയ പ്രശ്നം വരുമ്പോൾ മനുഷ്യൻ അതെങ്ങനെ മറികടക്കണം എന്നതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഈ കഥകളിലൊരു കോഡ് പോലെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെ. നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന വ്യക്തിപരമായ പല പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ ഈ വിവരങ്ങളിൽ നിന്ന് ഒരു പരിഹാരം കിട്ടിയേക്കാം. തീർച്ചയായും അതൊരു പുതിയ കാഴ്ചപ്പാട് തന്നെ നൽകും. അപ്പോ നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണയായി വിഷ്ണു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? മിക്കവാറും കൃഷ്ണനെയോ രാമനെയോ ഒക്കെ ആയിരിക്കും ഓർക്കുക. അല്ലെങ്കിൽ നമ്മുടെ കാലണ്ടറുകളിൽ കാണുന്ന ആ നീല നിറമുള്ള ശംഖും ചക്രവും പിടിച്ചു നിൽക്കുന്ന രൂപം? അതെ, അതൊരു സ്ഥിരം ഇമേജാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറം ശരിക്കും എന്താണ് ഈ വിഷ്ണു എന്ന സങ്കല്പം? ഈ അവതാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് അടിസ്ഥാനപരമായി ആരാണ് വിഷ്ണു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിയാണ്. നമ്മൾ ഈ വിശ്വം എന്ന് പറയില്ലേ, അതായത് പ്രപഞ്ചം, ആ വാക്കിൽ നിന്നാണ് ശരിക്കും വിഷ്ണു എന്ന വാക്കുണ്ടാവുന്നത് തന്നെ. ഓ, വിശ്വത്തിൽ നിന്ന് വിഷ്ണു. അതെ, അതൊരു നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബോധമാണ്. ഇംഗ്ലീഷിൽ എക്സ്പാൻഡിംഗ് കോൺഷ്യസ്നസ് എന്ന് പറയും. പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തെ വളരെ ലളിതമായി നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: സൃഷ്ടി, നിലനിൽപ്പ്, പിന്നെ സംഹാരം. ഇതിൽ പുതിയൊരു കാര്യമുണ്ടാക്കാൻ അറിവ് ആവശ്യമാണ്. അതാണ് സരസ്വതി അല്ലെങ്കിൽ ബ്രഹ്മാവെന്ന് പറയുന്നത്. കറക്റ്റ്. പക്ഷേ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. അതാണ്, സൃഷ്ടിച്ചത് നശിക്കാതെ നിലനിർത്താൻ വിഭവങ്ങൾ വേണം, റിസോഴ്സസ്. ആ പരിപാലനവും അതിനാവശ്യമായ വിഭവങ്ങളുമാണ് ലക്ഷ്മിയും വിഷ്ണുവും പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ സംഹാരമോ? ഒരു കാര്യം ഇല്ലാതാക്കാൻ അസംസ്കൃതമായ ഒരു ഊർജം വേണം. അതാണ് ശക്തിയും ശിവനും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ വലിയ IT കമ്പനികളുടെ ഒരു പ്രവർത്തന രീതിയാണ്. അതെന്നെയാണ്. അതായത് ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഡെവലപ്പറാണ്. പുതിയൊരു കോഡൊക്കെ എഴുതി സാധനമുണ്ടാക്കുന്നു. ശരിയാണ്. പക്ഷേ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പണി അവിടെ തീരുന്നില്ലല്ലോ. അത് യാതൊരു തകരാറുമില്ലാതെ എക്കാലവും വർക്ക് ചെയ്യുന്നുണ്ടെന്നും അതിലെ ബഗുകളൊക്കെ അപ്പോൾ ഫിക്സ് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതെ, അതിനൊരു പ്രത്യേക ടീം തന്നെയുണ്ട്. മെയിന്റനൻസ് ടീമാണ് വിഷ്ണു. ഗംഭീരമായൊരു ഉദാഹരണമാണത്. വിഷ്ണു എന്നത് ആ പരിപാലിക്കുന്ന, അതായത് സിസ്റ്റം ഒരിക്കലും ഡൗൺ ആവാതെ നോക്കുന്നൊരു വലിയ ശക്തിയാണ്. പക്ഷേ എനിക്കിതിലൊരു കാര്യം ശരിക്കും മനസ്സിലാവുന്നില്ല. ഈ പ്രപഞ്ചം എന്നു പറയുന്നത് അനന്തമാണല്ലോ. കോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളുമൊക്കെയുണ്ട്. അതിലെന്താ സംശയം? അതിനിടയിലുള്ള ഭൂമി എന്ന് പറയുന്നത് വെറുമൊരു ചെറിയ പൊടിപടലമല്ലേ? ഈ ഭൂമിയോട് മാത്രം വിഷ്ണുവിന് ഇത്ര പ്രത്യേക താൽപ്പര്യം തോന്നാൻ കാരണമെന്താണ്? ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഇത്രയും അവതാരങ്ങൾ എടുക്കുന്നത്? അവിടെയാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. നമ്മൾ വായിച്ച ആ കുറിപ്പുകളിൽ പറയുന്നത് വിഷ്ണുവിന് ഭൂമിയോടുള്ളത് വെറുമൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ കടമയല്ല എന്നാണ്. അതൊരു പ്രത്യേകതരം സ്നേഹമാണ്. സ്നേഹമോ? ഒരു ഗ്രഹത്തിനോട് സ്നേഹമോ? അതെ. ഭൂമി അഥവാ ഭൂദേവി എന്നത്
നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന വിഭവങ്ങളുടെ പ്രതീകമാണ്. സ്വർണം, ധാതുക്കൾ, പ്രകൃതി ഇതൊക്കെ വിഷ്ണുവിന്റെ ഒരു ശക്തിയാണ്. അപ്പോ സ്പർശിക്കാൻ കഴിയാത്തതോ? അതാണ് ശ്രീദേവി. വിഷ്ണുപുരാണത്തിൽ വളരെ മനോഹരമായൊരു കഥയുണ്ട് ഇതിനെക്കുറിച്ച്. ഭൂമിയിലെ മനുഷ്യരുടെ അത്യാഗ്രഹവും അധർമ്മവുമൊക്കെ കാരണം ഭാരം കൂടുമ്പോൾ ഭൂമിയൊരു പശുവിന്റെ രൂപത്തിൽ വിഷ്ണുവിന്റെ അടുക്കൽ വന്ന് സങ്കടം പറയുന്നുണ്ട്. പശുവിന്റെ രൂപത്തിലോ? അതെന്താ അങ്ങനെ ഒരു രൂപം? വേറെ ഏതു രൂപവുമാകാമായിരുന്നല്ലോ. പശു എന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊന്നല്ലേ? അത് പ്രകൃതിയുടെ തന്നെ ഒരു പ്രതീകമാണ്. ചൂഷണം ചെയ്യപ്പെടുന്ന പ്രകൃതിയാണ് ശരിക്കും അവിടെ കരയുന്നത്. ഓഹോ, അപ്പൊ വിഷ്ണു എന്തു പറയും? അപ്പൊ വിഷ്ണു പറയും, ഞാൻ വന്ന് നിന്റെ ഭാരം കുറയ്ക്കാം. കാരണം നിന്നെ എന്തു വന്നാലും സംരക്ഷിക്കാമെന്ന് ഞാൻ മുൻപേ വാക്ക് നൽകിയിട്ടുണ്ട് എന്ന്. ആ വാക്കിൽ നിന്നാണ് പരിപാലനത്തിനായുള്ള അവതാരങ്ങൾ തുടങ്ങുന്നത് തന്നെ. അപ്പൊ നോക്കൂ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ഇത്രയും വലിയൊരു ശക്തിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രൂപമോ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമോ മാത്രം ഉണ്ടാകാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നത് ഇല്ലെന്നാണ്. അതെ, ഒരിക്കലുമില്ല. ഇവിടെയാണ് ഈ രൂപങ്ങൾ തമ്മിലുള്ള അതിരുകളൊക്കെ മാഞ്ഞു പോകുന്നത്. ഈശ്വരൻ എന്നത് നമുക്കൊരു പെട്ടിയിലടയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നമ്മുടെ സോഴ്സുകൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തീർച്ചയായും. അതിന് നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തിരുപ്പതി ബാലാജിയുടെ പ്രതിഷ്ഠ. എല്ലാവർക്കും അറിയാവുന്ന അമ്പലമാണ്. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് അത് കേവലം വിഷ്ണുവിന്റെ മാത്രം ഒരു അമ്പലമാണെന്നാണ്. എന്നാൽ ആ പ്രതിഷ്ഠയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്തൊക്കെ കാണാം? ശരിക്കും നോക്കിയാൽ അതിൽ ശിവന്റെ സവിശേഷതകൾ കാണാം. അതായത് പാമ്പുകൾ ചുറ്റിയ കൈകളും ജടപിടിച്ച മുടിയുമൊക്കെയുണ്ടതിൽ. അതുമാത്രമല്ല, അവിടത്തെ വിഗ്രഹത്തിന്റെ കല്ല് ദേവിയുടേതാണെന്ന് വിശ്വസിച്ച് ശക്തിയായി ആരാധിക്കുന്നവരുമുണ്ടെന്ന് ഈ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. അതെ. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. അത് മലമുകളിലായതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പലരും വിശ്വസിക്കുന്നത് അത് സുബ്രഹ്മണ്യനാണെന്നാണ്. ശരിക്കും അത്ഭുതം തന്നെയല്ലേ? അപ്പം നമ്മൾ മനുഷ്യരാണ് അവർക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ പേരുകൾ കൊടുക്കുന്നത്. സത്യത്തിൽ ഈ രൂപങ്ങളെല്ലാം ഒന്നാണെന്ന് തെളിയിക്കുന്ന വേറെയും കഥകളുണ്ടല്ലോ പുരാണങ്ങളിൽ. ഒരുപാട് കഥകളുണ്ട്. ദക്ഷയാഗത്തിന്റെ കഥ അതിലൊന്നാണ്. അതിൽ ശിവനും വിഷ്ണുവും തമ്മിലുള്ളൊരു വലിയ യുദ്ധം നടക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ. അതെ, ദക്ഷയാഗ സമയത്ത് സതി അപമാനിതയായി ജീവൻ വെടിയുമ്പോൾ ശിവന് വലിയ ദേഷ്യം വരുന്നു. അങ്ങനെ ശിവൻ തന്റെ സൈന്യമായ വീരഭദ്രനെ ദക്ഷന്റെ യാഗം മുടക്കാൻ അങ്ങോട്ടയക്കാം. പക്ഷേ ഈ യാഗം സംരക്ഷിക്കാം എന്ന് വിഷ്ണു ദക്ഷനു വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. കറക്റ്റ്. അതുകൊണ്ട് ശിവന്റെ സൈന്യമായ വീരഭദ്രനും വിഷ്ണുവും തമ്മിലവിടെ വളരെ ഘോരമായൊരു യുദ്ധം നടക്കുന്നു. വീരഭദ്രൻ വിഷ്ണുവിനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് സതിയുടെ ശബ്ദം കേൾക്കുന്നു. എന്താണ് സതി പറയുന്നത്? സതി പറയുന്നത്, അരുത്, നീ ആ ആക്രമിക്കാൻ പോകുന്ന വിഷ്ണു എന്റെ തന്നെ പുരുഷരൂപമാണ് എന്നാണ്. അതായത് ശിവനും വിഷ്ണുവും ശക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം ഒരേ ഊർജത്തിന്റെ പല ഭാവങ്ങളാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇതേ ആശയം തന്നെയല്ലേ നമ്മൾ രാധാകൃഷ്ണ കഥയിലും കാണുന്നത്? അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു സംഭവമുണ്ട്. അതായത് രാധ രാത്രിയിൽ കൃഷ്ണനെ കാണാൻ രഹസ്യമായി കാട്ടിലേക്ക് പോകുമ്പോൾ രാധയുടെ ഭർത്താവിന് സംശയം തോന്നി അവരെ പിന്തുടരുന്നു. രാധാകൃഷ്ണന് പൂക്കൾ നൽകുമ്പോൾ ഭർത്താവ് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അതെ, പക്ഷേ ഭർത്താവ് അവിടെ കാണുന്നത് കൃഷ്ണനെ അല്ലല്ലോ. അല്ല, അവിടെ കൃഷ്ണന് പകരം അദ്ദേഹം കാണുന്നത് വളരെ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന കാളിയെയാണ്. കൃഷ്ണനും കാളിയും ഒന്നാണെന്ന് അവിടെ തെളിയുകയാണ്. കറുത്ത നിറമുള്ള കാളിയും ശ്യാമവർണ്ണനായ കൃഷ്ണനും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സ്നേഹം ആവശ്യമായ സമയത്ത് അത് കൃഷ്ണനായും സംരക്ഷണം ആവശ്യമായ സമയത്ത് അത് ഭയപ്പെടുത്തുന്ന കാളിയായും മാറുന്നു. ഇതൊക്കെ ശരിയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഇവരെല്ലാം ഒന്നാണെങ്കിൽ ഈ സത്യം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് വെളിപ്പെടുത്തിയാൽ പോരെ? എന്തിനാണ് വിഷ്ണുവിന് മോഹിനി അവതാരം പോലെ ഈ വ്യാമോഹം അല്ലെങ്കിൽ ഡെല്യൂഷൻ, നമ്മൾ മായ എന്ന് പറയുന്ന ഒരു സംഭവം, അത് സൃഷ്ടിക്കേണ്ടി വരുന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ മായയില്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകില്ലേ? എല്ലാവർക്കും പെട്ടെന്ന് ഈ ആത്മീയതയൊക്കെ മനസ്സിലാകുമല്ലോ. പിന്നെന്തിനാണ് ഈ ഒളിച്ചുകടി? ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആ കുറിപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന വളരെ രസകരമായൊരു ഉദാഹരണം നോക്കണം. ഈ മായ അല്ലെങ്കിൽ വ്യാമോഹം എന്നതൊരു നെക്ടൈ പോലെയാണെന്നാണ് പറയുന്നത്. നെക്ടൈ പോലെയോ? അതെങ്ങനെ ശരിയാകും? അതായത് ഒരു നെക്ടൈ വല്ലാതെ മുറുകിയാൽ നമുക്ക് ശ്വാസം മുട്ടും.
എന്നാൽ വല്ലാതെ അയഞ്ഞാൽ അതൊരു ടൈ അല്ലാതാവും. ഇതുപോലെ തന്നെയാണ് വ്യാമോഹവും. എനിക്ക് പൂർണ്ണമായിട്ടങ്ങ് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. നമ്മൾ ഈ VR ഗ്ലാസുകളൊക്കെ വെച്ചൊരു വീഡിയോ ഗെയിം കളിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. ആ വിർച്വൽ റിയാലിറ്റി ഗെയിമുകൾ. അതെ, നിങ്ങൾ ആ ഗെയിമിനുള്ളിലായിരിക്കുമ്പോൾ അവിടെ വരുന്ന ശത്രുക്കളെയും പ്രതിസന്ധികളെയും യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച് ഒരു ടെൻഷനോടെ നിങ്ങൾ കളിക്കുന്നു. ആ ഒരു വ്യാമോഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഗെയിം ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നത്. ശരിയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയാണ്, ഹേയ്, ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതൊരു വെറും ഡിജിറ്റൽ ലോകം മാത്രമാണ് എന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോ നമ്മൾ ആ ഗെയിം കളിക്കുന്നത് തന്നെ നിർത്തും. അതിൽ പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലല്ലോ. നമ്മൾ ബോറടിച്ചിരിക്കും. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പൂർണ്ണമായും ആത്മീയത മാത്രമായാൽ, എല്ലാം ഒന്നാണെന്ന ബോധം മാത്രം നമുക്കെപ്പോഴും ഉണ്ടായാൽ, നമ്മൾ പിന്നെ ഒന്നും ചെയ്യാതാവും. ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം തന്നെ അവിടെ നിലച്ചുപോകും. ഓ, അതുകൊണ്ടാണല്ലേ? അതെ, നമുക്കീ ഭൂമിയിൽ ജീവിക്കാനും എന്തെങ്കിലും ജോലി ചെയ്യാനും കുടുംബത്തെ നോക്കാനുമൊക്കെ ആവശ്യമായ ഒരു വ്യാമോഹം നൽകുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ടാണ് ആ പാലാഴിമഥനത്തിൽ അമൃതം വിളമ്പുന്ന സമയത്ത് മോഹിനിയായി വന്ന് വിഷ്ണു അസുരന്മാരെ വ്യാമോഹിപ്പിക്കുന്നത്. ഈ ലോകം നിലനിൽക്കാൻ ആ മായ അത്യാവശ്യമാണ്. അതിമനോഹരമായൊരു ചിന്തയാണിത് കേട്ടോ. അപ്പോ മനുഷ്യന്റെ ഉള്ളിലെ ആ മായയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭൂമിയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ പരിപാലന ശക്തി എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുള്ള കൃത്യമായ ഉത്തരമാണ് ദശാവതാരങ്ങളിലെ ആദ്യത്തെ 3 അവതാരങ്ങൾ നൽകുന്നത്. ഞാനിതിൽ ശ്രദ്ധിച്ചൊരു പ്രധാന കാര്യം, ഈ ആദ്യത്തെ അവതാരങ്ങൾക്ക് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവുമായി വലിയൊരു ബന്ധമുണ്ട് എന്നാണ്. ഒരു തിയറി ഓഫ് എവല്യൂഷൻ പോലെ. അതെ അതെ, ജീവന്റെ പരിണാമം തുടങ്ങുന്നത് വെള്ളത്തിലാണല്ലോ. ദശാവതാരത്തിലെ ആദ്യത്തേതെന്താണ്? മത്സ്യാവതാരമാണ്. കറക്റ്റ്. ലോകം മുഴുവൻ ഒരു വലിയ പ്രളയത്തിൽ മുങ്ങുമ്പോൾ വരുന്ന അവതാരം. അതെ, ജീവന്റെ വിത്തുകളെയും ഭൂമിയിലെ സകല അറിവുകളെയും സംരക്ഷിക്കാൻ ഒരു വലിയ മത്സ്യത്തിന്റെ രൂപത്തിൽ വിഷ്ണു വരുന്നു. ഒരു തോണിയിൽ ഇവയെല്ലാം കയറ്റി സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് മാറ്റുന്നു. ഈ കഥ വായിച്ചപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിന്റെ കഥയാണ്. വളരെ സാമ്യമുള്ള കഥകളാണ് രണ്ടും. ലോകമെമ്പാടുമുള്ള പല പ്രാചീന സംസ്കാരങ്ങളിലും ഇത്തരമൊരു പ്രളയത്തിന്റെയും രക്ഷപ്പെടുത്തലിന്റെയും ഒക്കെ കഥയുണ്ട്. എനിക്കിത് തോന്നുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു ഹാർഡ് ഡ്രൈവ് ബാക്കപ്പ് പോലെയാണ്. ബാക്കപ്പ് എന്ന് പറയുമ്പോൾ? അതായത് പ്രളയം എന്നത് വെറുമൊരു വെള്ളപ്പൊക്കമല്ല, അതൊരു സിസ്റ്റം റീസെറ്റാണ്. പഴയതെല്ലാം നശിച്ച് പുതിയത് തുടങ്ങുമ്പോൾ പഴയതിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം ഭാവിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സേഫ് ബാക്കപ്പാണ് ശരിക്കും മത്സ്യാവതാരം. വളരെ നല്ലൊരു വീക്ഷണമാണത്. ഇനി വെള്ളത്തിൽ നിന്ന് ജീവൻ പിന്നെ പരിണമിക്കുന്നത് എങ്ങോട്ടാണ്? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളിലേക്കാണ്. ആംഫീബിയൻസ് എന്ന് നമ്മൾ പറയും. അതെ, അവിടെയാണ് കൂർമാവതാരം അഥവാ ആമയുടെ രൂപം വരുന്നത്. പാലാഴിമഥന സമയത്ത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് സമുദ്രം കടയുമ്പോൾ കടകോലായ വലിയ മന്ത്രപർവ്വതം താഴേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങുന്നുണ്ടല്ലോ. അത് മുങ്ങിപ്പോകാൻ തുടങ്ങും. അപ്പോൾ അതൊരു വലിയ ആമയുടെ രൂപത്തിൽ വന്ന് താഴെ താങ്ങി നിർത്തുന്നത് വിഷ്ണുവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ താഴ്ന്നു പോകുന്ന ചില നിമിഷങ്ങളില്ലേ? നമ്മൾ വളരെ ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അത് പൂർണ്ണമായി തകർന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മളെ താങ്ങി നിർത്താൻ ഒരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. അതാണ് ഈ കൂർമ്മം. അതെ, വളരെ കൃത്യമാണ്. അവിടെ നിന്ന് നമ്മൾ പരിണമിക്കുന്നത് പൂർണ്ണമായും കരയിൽ ജീവിക്കുന്ന മൃഗത്തിലേക്കാണ്. അതാണ് വരാഹ അവതാരം. ഭൂമിയെ ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ചെളിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന കാട്ടുപന്നി. പക്ഷെ ഇതിലെനിക്കൊരു വിയോജിപ്പുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ലോകത്തെ രക്ഷിക്കാൻ ഒരു കാട്ടുപന്നിയുടെ രൂപം തന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? സിംഹമോ അല്ലെങ്കിൽ കുറച്ചുകൂടി മനോഹരമായ വേറെ ഏതെങ്കിലും മൃഗമോ ആകാമായിരുന്നില്ലേ? ഈ ചോദ്യം സത്യത്തിൽ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ കഥകൾ കേവലം ഒരു ഹിസ്റ്ററിയല്ല. ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിലെ ചില അവസ്ഥകളുടെ പ്രതീകങ്ങളാണ്. അതായത് ഒരു കാട്ടുപന്നി സാധാരണയായി എവിടെയാണ് ജീവിക്കുന്നത്? അത് ചെളിയിലാണ്. എന്താണീ ചെളി? അത് ഭൂമിയും ജലവും ചേർന്ന ഒന്നാണ്. അതായത് ഭൂമി, ജലം എന്നീ 2 മൂലകങ്ങളെ സന്തുലിതമാക്കാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനാണ് വരാഹം വരുന്നത്. ഓഹോ, അപ്പോ നമ്മുടെ ജീവിതത്തിലെല്ലാം തകർന്ന് താഴേക്ക് പോകുന്നു, ആകെ ഒരു ചെളിയിൽപ്പെട്ട അവസ്ഥയാണ് എന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ചിലപ്പോൾ നമ്മളുമൊന്ന് അഴുക്കുപുരളാൻ തയ്യാറാകണം എന്നാണോ? അതെ അതെ,
നിങ്ങളുടെ ചുറ്റുപാടുകൾ വളരെ മോശമായിരിക്കുമ്പോൾ, ശരിക്കും എല്ലാം ഇരുട്ടിലാണെന്ന് തോന്നുമ്പോൾ, അവിടെ സുന്ദരമായൊരു രൂപത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ശരിയാണ്. ആ ചെളിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ആ പ്രതിസന്ധിയെ അതിന്റെ അടിത്തട്ടിൽ പോയി നേരിടാൻ കഴിയുന്ന ഒരു ഊർജ്ജമാണ് അവിടെ ആവശ്യം. അതാണ് വരാഹം. നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുമ്പോഴുള്ളൊരു പരിഹാരമാണിത്. ഗംഭീരം. ഭൗതികമായ പ്രതിസന്ധികളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലാണ് ഈ ആദ്യത്തെ 3 അവതാരങ്ങളും എന്ന് നമ്മൾ കണ്ടു. എന്നാൽ അവിടെ നിന്ന് നമ്മൾ മനുഷ്യന്റെ മാനസികമായ പ്രതിസന്ധികളിലേക്ക് ഇറക്കുകയാണ്. അതെ. ഇനി വരുന്ന പ്രശ്നങ്ങൾ വെറുമൊരു വെള്ളപ്പൊക്കമോ പർവ്വതം താഴുന്നതോ ഒന്നുമല്ല. അഹങ്കാരത്തെയും ഈശ്വര നിഷേധത്തെയുമൊക്കെ നേരിടാനുള്ള അവതാരങ്ങളാണ് അടുത്തത്. നരസിംഹവും വാമനനും. നരസിംഹാവതാരം എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒന്നാണ്. ഹിരണ്യകശിപു എന്ന അസുരന് ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ വരങ്ങൾ എത്ര ബുദ്ധിപരമായിരുന്നു എന്ന് നോക്കൂ. അതെ, മനുഷ്യനോ മൃഗമോ കൊല്ലരുത്, രാവോ പകലോ കൊല്ലരുത്, വീടിന്റെ ഉള്ളിലോ പുറത്തോ വെച്ച് കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുത്. ഈ കണ്ടീഷൻസ് ഒക്കെ മറികടക്കാൻ, ആ ലോക്കുകളെല്ലാം പൊളിക്കാനാണ് വിഷ്ണു നരസിംഹ രൂപമെടുക്കുന്നത്. മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത പകുതി സിംഹമായ രൂപം. സന്ധ്യാസമയം വീടിന്റെ ഉമ്മറപ്പടി, ആയുധങ്ങൾക്ക് പകരം സ്വന്തം നഖങ്ങൾ. ഞാനിതിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ലൂപ്പ് ഹോൾ ഡീകോഡിംഗ് ആയിട്ടാണ് കാണുന്നത്. ശരിക്കും അങ്ങനെ പറയാം. നിയമത്തിലെ പഴുതുകൾ കണ്ടെത്തി സിസ്റ്റത്തെ ഹാക്ക് ചെയ്യുക. ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനൊരു പരിഹാരമേ ഇല്ല, എല്ലാ വഴികളും അടഞ്ഞു എന്ന്. എന്നാൽ ഔട്ട് ഓഫ് ദി ബോക്സായി ചിന്തിച്ചാൽ തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല എന്നാണ് നരസിംഹം കാണിച്ചു തരുന്നത്. വളരെ ശരിയാണ്. എന്നാൽ എന്നെ ഇതിൽ ഏറ്റവും ആകർഷിച്ചത് നരസിംഹം വന്നതിന്റെ ഉദ്ദേശമാണ്. ലോകത്തെ മുഴുവൻ രക്ഷിക്കാനല്ല, പ്രഹ്ലാദൻ എന്ന ഒറ്റ ഭക്തന്റെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കാൻ. ആ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ആ അവതാരം പെട്ടെന്നവിടെ പ്രത്യക്ഷപ്പെട്ടത്. തീർച്ചയായും. ബാക്കി അവതാരങ്ങളെല്ലാം വലിയ തയ്യാറെടുപ്പുകൾക്ക് ശേഷം വന്നതാണെങ്കിൽ നരസിംഹം ഒരു നിമിഷം കൊണ്ട് ആ തൂണിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ്. അതെ അതെ. ശത്രുക്കൾക്ക് ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും തന്റെ ഭക്തനായ പ്രഹ്ലാദന് ഏറ്റവും സ്നേഹനിധിയായ പിതാവാണ് നരസിംഹം. പ്രതിസന്ധിയുടെ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെടുന്ന അത്യുഗ്രമായൊരു ധൈര്യമായി വേണം ഇതിനെ കാണാൻ. ഇതുപോലെ തന്നെയാണ് അടുത്ത അവതാരമായ വാമനനും എനിക്ക് തോന്നുന്നത്. മഹാബലി എന്ന രാജാവിന്റെ അഹങ്കാരം തീർക്കാൻ 3 അടി മണ്ണ് ചോദിച്ചെത്തുന്ന ചെറിയൊരു ബ്രാഹ്മണ ബാലൻ. പക്ഷേ ഇതിലെനിക്കൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. എനിക്കത് പൂർണ്ണമായി അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മഹാബലി വളരെ നല്ലൊരു രാജാവായിരുന്നില്ലേ? അതെ, അങ്ങനെയാണല്ലോ പറയുന്നത്. സ്വന്തം പ്രജകളെ അത്രത്തോളം സ്നേഹിച്ച, ലോകം മുഴുവൻ സമത്വം കൊണ്ടുവന്ന ഒരാളെ എന്തിനാണ് ഇത്ര ക്രൂരമായി ശിക്ഷിച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്? അതൊരു അനീതിയല്ലേ? ഒറ്റനോട്ടത്തിൽ നമുക്കത് ശരിക്കും അനീതിയായി തോന്നാം. പക്ഷേ ഈ ലേഖനങ്ങളിൽ പറയുന്നത് അതൊരു ശിക്ഷയായിരുന്നില്ല, അതൊരു മോചനമായിരുന്നു എന്നാണ്. മോചനമോ? അതെങ്ങനെ? വാമനൻ 3 അടി മണ്ണാണല്ലോ ചോദിച്ചത്. ആദ്യത്തെ 2 അടി കൊണ്ട് ഭൂമിയും ആകാശവും, അതായത് മഹാബലിയുടെ ബാഹ്യമായ സമ്പത്ത് മുഴുവൻ വാമനൻ അളന്നെടുത്തു. 3ാമത്തെ അടിവെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ ആ തലയിലാണ് കാൽ വെച്ചത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടും വാക്ക് പാലിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടും അല്ലേ? അല്ല. ഒരു വ്യക്തിയുടെ യഥാർത്ഥ അഹങ്കാരം എവിടെയാണ് കുടികൊള്ളുന്നത്? അത് അവന്റെ ഉള്ളിലാണ്, അവന്റെ ചിന്തകളിലാണ്. ആ തലയാണ് ശരിക്കും അഹങ്കാരത്തിന്റെ, ആ ഞാൻ എന്ന ഭാവത്തിന്റെ ഇരിപ്പിടം. ഓ, അങ്ങനെയാണല്ലേ. പുറത്തുള്ള ലോകം മുഴുവൻ കീഴടക്കിയാലും, നല്ലവനായി പേരെടുത്താലും, സ്വന്തം ഉള്ളിലെ ആ വലിയ അഹങ്കാരത്തെ കീഴടക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ പൂർണ്ണനാകുന്നത് എന്ന് ഈ വാമനാവതാരം നമ്മളെ പഠിപ്പിക്കുന്നു. ആന്തരിക ലോകത്തെ കീഴടക്കലാണ് ആ 3ാമത്തെ അടി. ശരിക്കും അതൊരു പുതിയ അറിവാണത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന ഈ ഞാൻ എന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കുക. അവിടെ നമ്മൾ മാനസികമായ പ്രതിസന്ധികളെയും മറികടന്നു. അതെ. ഇതുവരെയുള്ള അവതാരങ്ങൾ നോക്കൂ. ഒന്നുകിൽ മൃഗങ്ങൾ, അല്ലെങ്കിൽ പകുതി മൃഗം, അല്ലെങ്കിൽ ചെറിയൊരു ബാലൻ എന്നിങ്ങനെയായിരുന്നു. അവിടെ നിന്നും നമ്മൾ പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യരിലേക്ക് ഈശ്വര ചൈതന്യം പ്രവേശിക്കുന്നതിനെക്കുറിച്ചാണ് അടുത്തതായി ചർച്ച ചെയ്യുന്നത്. പരശുരാമൻ. പരശുരാമൻ എന്നത് ശരിക്കും ഒരു ആവേശാവതാരമാണ്. ആവേശാവതാരം എന്ന് വെച്ചാൽ? അതായത് വിഷ്ണുവിന്റെ 2 അംശങ്ങൾ,
ഒരു ഋഷിയിലേക്ക് പ്രവേശിച്ച് 21,000 ദുഷ്ടരാജാക്കന്മാരെ വധിക്കുന്ന ഒരു കഥയാണിത്. ഒരു നിമിഷം നിൽക്കൂ. ഈ അംശങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു തരം ബാധ കയറുന്നതാണോ? അതോ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മനുഷ്യർക്ക് പെട്ടെന്ന് സൂപ്പർ പവറുകൾ കിട്ടുന്നതാണോ? ബാധ കയറുന്നതൊന്നുമല്ല. മനുഷ്യരിലെ തന്നെ ചില പ്രത്യേക കഴിവുകൾ ഉണരുന്നതിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. ചിത്രീകരിക്കുന്ന ഒരു തരം ഫ്ലോ സ്റ്റേറ്റ് ആണത്. പരശുരാമനിലെ ഈശ്വരൻ എന്നത് ഒരു വ്യക്തിയിലേക്ക് ആവേശിക്കുന്ന ഊർജമാണ്. ആ ലക്ഷ്യം കഴിഞ്ഞാൽ ആ ഊർജം തിരികെ പോകും. ഞാൻ ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പരശുരാമന്റെ ചരിത്രത്തിൽ വരുന്ന മറ്റൊരു കഥ. രേണുകാദേവിയുടെ കഥയാകൂലേ? അതെ. പരശുരാമൻ അച്ഛന്റെ നിർദ്ദേശപ്രകാരം സ്വന്തം അമ്മയായ രേണുകയുടെ തല വെട്ടുന്നു. പിന്നീട് അച്ഛൻ വരം നൽകുമ്പോൾ അമ്മയ്ക്ക് ജീവൻ തിരികെ നൽകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ തല വെച്ചുകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുട്ടിൽ തല മാറിപ്പോയി. രേണുക എന്ന ക്ഷത്രിയ സ്ത്രീയുടെ തലയും ഒരു താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീയുടെ ഉടലും ചേർന്ന് രേണുക യെല്ലമ്മ എന്ന ദേവിയായി മാറുന്നു. അതെ, അതൊരു വലിയ കഥയാണ്. ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ രേണുക യെല്ലമ്മയാണ് ഇന്ന് ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ പ്രധാന ഇഷ്ടദേവത. അതെ, എത്ര വലിയൊരു ഇൻക്ലൂസിവിറ്റിയാണ് ഈ കഥകൾ മുന്നോട്ട് വെക്കുന്നതെന്ന് നോക്കൂ. ഇതൊരു ചെറിയ കാര്യമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക്, ശാരീരികമായി വ്യത്യാസങ്ങളുള്ളവർക്ക് ഈ പുരാണങ്ങൾ ഒരു ഇടം നൽകിയിരുന്നു. തീർച്ചയായും. അവർക്കും പ്രാർത്ഥിക്കാൻ അവരുടേത് മാത്രമായൊരു ഈശ്വര സങ്കല്പം പണ്ടേ ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുമ്പോൾ ശരിക്കും രോമാഞ്ചം വരുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പല മോഡേൺ ആശയങ്ങളും അന്നുതന്നെ ഉണ്ടായിരുന്നു, അല്ലേ? സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് എപ്പോഴും അഭയമായി ഈശ്വരൻ ഉണ്ടാകും എന്നതിന്റെ വലിയൊരു തെളിവാണത്. അതെ. ഇനി പരശുരാമനിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ഗുരുവിലേക്കാണ് പോകുന്നത്, ദത്താത്രേയൻ. അവിടെ നിന്നാണ് സാധന അഥവാ ആത്മീയ പരിശീലനം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ സാധന എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സാധന എന്ന് പറയുന്നത് ചിട്ടയായ ഒരു വ്യായാമം പോലെയുള്ള കാര്യമാണോ? എന്താണ് ഉദ്ദേശിച്ചത്? അതായത് രാവിലെ 1 മണിക്കൂർ എഴുന്നേറ്റ് ധ്യാനിക്കുക, അല്ലെങ്കിൽ കുറച്ചുനേരം പൂജ ചെയ്യുക, അത്രമാത്രമാണോ സാധന? ഒരിക്കലുമല്ല. സാധന എന്നത് കേവലം കുറച്ചു സമയത്തെ പ്രാർത്ഥനയല്ല. അതൊരു പാൽപാത്രം തിളച്ചു തൂവുന്നത് പോലെയാണ് എന്ന് പറയാം. പാൽപാത്രം തിളച്ചു തൂവുന്നതോ? അതെങ്ങനെയാണ്? അതായത് നമ്മൾ രാവിലെ 1 മണിക്കൂർ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ആ ശാന്തത, ആ ഒരു പ്രത്യേക ഊർജം അവിടെ അവസാനിക്കാൻ പാടില്ല. അത് തിളച്ചു തൂവി ബാക്കിയുള്ള 23 മണിക്കൂറിലേക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലേക്കും, നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിലേക്കുമൊക്കെ പടരണം. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ സംസാരവുമെല്ലാം ആ ധ്യാനത്തിന്റെ തുടർച്ചയാകണം. അപ്പോഴാണ് സാധന പൂർണ്ണമാകുന്നത്. അല്ലാതെ രാവിലെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ബാക്കി സമയം മുഴുവൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടാൽ അതിൽ യാതൊരു കാര്യവുമില്ല. അതെ, കൃത്യമായി പറഞ്ഞു. അതിന് സഹായിക്കുന്ന, ഈ ഊർജം വർദ്ധിപ്പിക്കുന്ന ചില പ്രത്യേക ഇടങ്ങളെക്കുറിച്ചും ഈ സോഴ്സുകളിൽ പറയുന്നുണ്ടല്ലോ. നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തുന്ന ചാർജിംഗ് പോയിന്റുകൾ പോലെ. അതെ, പ്രപഞ്ച ഊർജം കൂടുതലുള്ള ഇടങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കാശിയിലോ അല്ലെങ്കിൽ ചിദംബരത്തോ പോകാം. ചിദംബരം എന്നത് നമ്മുടെ ഹൃദയത്തിലെ അനാഹത ചക്രയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഊർജം പെട്ടെന്നുണരും. ഓഹോ. ഇനി ഹനുമാന്റെ, അതായത് പൂർണ്ണമായ സമർപ്പണത്തിന്റെ ഊർജം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ എവിടെ പോകണമെന്നറിയാമോ? എവിടെയാ? ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും വലിയ അമ്പലത്തിലാണോ? അല്ല, നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വാഴത്തോട്ടത്തിൽ പോയാൽ മതി. വാഴത്തോട്ടത്തിലോ? അതെ, ഹനുമാന്റെ പ്രിയപ്പെട്ട ഇടമാണത്. നിശബ്ദമായ ആ പ്രകൃതിയിൽ, ആ ഇലകൾക്കിടയിൽ നിങ്ങൾക്ക് ആ ഊർജം വളരെ വേഗം അനുഭവിക്കാൻ കഴിയും. പ്രകൃതിയുമായി അത്രത്തോളം ബന്ധപ്പെട്ടാണ് ഈ ശക്തികൾ നിലകൊള്ളുന്നത്. അത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഈശ്വരനെ കണ്ടെത്താൻ നമ്മൾ എവിടെയൊക്കെയോ പോയി അലയുന്നു. എന്നാൽ അതൊക്കെ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അതെ, നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ ഇന്നത്തെ ഈ വിവരങ്ങളിലേക്കുള്ള അന്വേഷണത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായത്, വിഷ്ണു എന്നത് കാലണ്ടറുകളിലെ വെറുമൊരു ചിത്രമോ ഒരു കഥാപാത്രമോ അല്ല എന്നാണ്. അതെ, അത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഒരു IT മെയിന്റനൻസ് ടീമിനെ പോലെ ഓരോ തകരാറുകളും അപ്പപ്പോൾ പരിഹരിക്കുന്ന വലിയൊരു തത്വചിന്തയാണ്. കൃത്യമായി പറഞ്ഞു.
ഇതിനൊരു ജ്യോതിഷപരമായ ബന്ധം കൂടിയുണ്ട് എന്നുകൂടി പറഞ്ഞാലേ നമ്മൾ നോക്കിയ വിവരങ്ങൾ പൂർണ്ണമാകൂ. ജ്യോതിഷവുമായിട്ടോ? അതെന്താണ്? ദശാവതാരങ്ങളിലെ 10 അവതാരങ്ങളും ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങളുമായി, അതായത് ഈ 9 ഗ്രഹങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ അവതാരവും ഓരോ ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഓ, അതൊരു പുതിയ അറിവാണല്ലോ. എന്നാൽ ഇതീ കൃഷ്ണൻ എന്ന അവതാരം വളരെ സവിശേഷമാണ്. കാരണം ബാക്കി അവതാരങ്ങൾ ഓരോ ഗ്രഹത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കൃഷ്ണൻ എന്ന അവതാരം ഈ എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ ഒരേ സമയം തീർക്കാൻ പ്രാപ്തനായ അവതാരമാണ്. അതുകൊണ്ടാണല്ലേ കൃഷ്ണനെ പൂർണ്ണ അവതാരം എന്ന് വിളിക്കുന്നത്? അതെ, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ പരിഹാരം. പപ്പ നോക്കൂ, നമ്മൾ ഇന്ന് കണ്ടത് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന വലിയൊരു എഞ്ചിനീയറിംഗിന്റെ കഥയാണ്. കൂടെ മനുഷ്യന്റെ പരിണാമത്തിന്റെ കഥ കൂടിയാണിത്. ശരിയാണ്. നമ്മൾ ഈ കണ്ട അവതാരങ്ങൾ ഓരോന്നും ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ആയുധങ്ങളാണ്. ജീവൻ തന്നെ ഇല്ലാതാകുന്ന പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ മത്സ്യം, എല്ലാം തകർന്ന് താഴേക്ക് പോകുമ്പോൾ അടിസ്ഥാനമായി മാറാൻ കൂർമ്മം. അതെ, ഇരുട്ടിലേക്കിറങ്ങിച്ചെന്ന് പോരാടാൻ വരാഹം, പിന്നെ അസാധ്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ നരസിംഹം, ഒടുവിൽ നമ്മുടെ സ്വന്തം ഉള്ളിലെ അഹങ്കാരം തീർക്കാൻ വാമനൻ. ഓരോ വ്യത്യസ്ത പ്രശ്നത്തിനും ഓരോ വ്യത്യസ്ത പരിഹാരങ്ങൾ. ഒരു താക്കോല് വെച്ച് എല്ലാ പൂട്ടും തുറക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായും കഴിയില്ല. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? നിങ്ങളെ താഴേക്ക് വലിക്കുന്ന, നിങ്ങൾക്ക് സമാധാനം നൽകാത്ത ആ പ്രശ്നമെന്താണ്? അതിനെ മറികടക്കാൻ ഈ പറഞ്ഞവയിൽ ഏത് അവതാരത്തിന്റെ അഥവാ ഏത് ഊർജത്തിന്റെ ഇടപെടലായിരിക്കും നിങ്ങൾക്കിപ്പോഴാവശ്യം? എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാനുള്ള മത്സ്യത്തിന്റെ ഊർജമാണോ? ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആവശ്യമായ കൂർമ്മയാണോ? അതോ നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കേണ്ട വാമനനാണോ? അതെ, ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിനുള്ള ഉത്തരം മറ്റെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് സ്വയം കണ്ടെത്താനൊന്ന് ശ്രമിക്കുക. മറ്റൊരു പുതിയ വിഷയമായി നമുക്ക് വീണ്ടും കാണാം. വിവരങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള ഈ അന്വേഷണം ശ്രദ്ധിച്ചതിന് നന്ദി. ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.